നമസ്കാരം. ബി.ജെ.പിയെ വീണ്ടും വെട്ടിലാക്കി ആത്മഹത്യ ചെയ്ത കൗൺസിലർ തിരുമല അനിലിന്റെ ഫോൺ സംഭാഷണം പുറത്തുവരുമ്പോഴും പോലീസ് അന്വേഷണം നിർജീവമെന്ന് പരാതി. നിക്ഷേപകന്റെ മകളുമായുള്ള സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിലിനെ വാർഡ് കമ്മിറ്റി ഓഫീസിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽ സഹകരണ കൊള്ളയുടെ യഥാർത്ഥ രക്തസാക്ഷി എന്നതിന് തെളിവായിരുന്നു ഈ സംഭവം. വലിയശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് മാസങ്ങളായി മാനസിക സംഘർഷത്തിലായിരുന്നു. ഇത് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ഓഡിയോ. അനിൽ ആത്മഹത്യ ചെയ്തിട്ടും പണം തിരികെ കിട്ടിയില്ലെന്ന അവസ്ഥയിലാണ് നിക്ഷേപകർ. നേതാക്കൾ പറഞ്ഞ ഉറപ്പ് ലംഘിച്ചു. നിക്ഷേപകന്റെ ചികിത്സ തുടരാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറയുന്നു. ബാങ്ക് സെക്രട്ടറി നീലിമയ്ക്കെതിരെയാണ് ആരോപണം. പ്രധാനമായി ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ ആവുന്നില്ലെന്നും താൻ പകുതിയായി മാറിയെന്നും പുറത്തുവന്ന ഓഡിയോ സംഭാഷണത്തിൽ അനിൽ പറയുന്നുണ്ട്. വീട്ടിലെല്ലാവരും ദുഃഖിതരാണ്. മക്കളെ ഒരു നിലയിലും ആക്കാൻ സാധിച്ചിട്ടില്ലെന്നും അനിൽ പറയുന്നുണ്ട്. നിക്ഷേപകന്റെ മകളോട് പോലീസിനെ സമീപിക്കാൻ നിർദ്ദേശിച്ച അനിൽ നിക്ഷേപകന് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്യുന്നതും ഫോൺ സംഭാഷണത്തിലുണ്ട്. മരുന്നും മറ്റു ആവശ്യങ്ങൾക്കും സഹായിക്കാമെന്നാണ് വാഗ്ദാനം. അനിലിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നിക്ഷേപകന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയത്. അതേസമയം പോലീസ് ഭീഷണിയാണ് അനിൽ ജീവനൊടുക്കാൻ കാരണമെന്നായിരുന്നു ബി.ജെ.പിയുടെ ആക്ഷേപം. ഇതിനെതിരാണ് ഈ ഓഡിയോ. ഞാൻ ഇന്ന് പൈസ അടയ്ക്കാമെന്ന് പറയുന്ന കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. ബോർഡ് അംഗങ്ങളെ എല്ലാം ഞാൻ വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അമ്മയെ കൊണ്ട് CA വിളിപ്പിക്കണം, എന്നെ അവിടെ നിന്ന് വിളിപ്പിക്കട്ടെ. മാനസികമായി വല്ലാത്ത ഒരു സ്റ്റേജിലായിപ്പോയി. ഒന്നും കഴിച്ചില്ല. ഓണം കഴിഞ്ഞതോടെ ഒരു തിരിച്ചടവും വരാതെയായി. എന്റെ ശരീരമൊക്കെ പകുതിയായി. മക്കളും എങ്ങും എത്തിയില്ല. ചെറിയ കുട്ടികളല്ലേ. മോൾ എന്തായാലും നാളെ രാവിലെ അമ്മയെ കൊണ്ട് CA വിളിപ്പിക്കണമെന്നാണ് തിരുമല അനിൽ ഫോണിൽ പറയുന്നത്. മറുപടിയായി ചേട്ടൻ വിഷമിക്കേണ്ടെന്നും ഒറ്റയ്ക്ക് ടെൻഷൻ എടുത്ത് തലയിൽ വെക്കേണ്ടതില്ലെന്നും നിക്ഷേപകന്റെ മകൾ അനിലിനോട് തിരിച്ചു പറയുന്നുണ്ട്. ചേട്ടനല്ലല്ലോ പണം എടുത്ത് മറിച്ചത്. ഒറ്റയ്ക്ക് ഇതിലൊന്നും ചെയ്യാനും സാധിക്കുന്നില്ലെന്നും യുവതി പറയുന്നു. വലിയ സമ്മർദ്ദമുണ്ടായിട്ടും അനിലിന്റെ മുഖമോർത്ത് മാത്രമാണ് തുടക്കത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാതിരുന്നതെന്നും യുവതി പറയുന്നുണ്ട്. പണം തിരികെ ആവശ്യപ്പെട്ട കിടപ്പിലായ നിക്ഷേപകനെ ബാങ്കിലെത്തിച്ചത് വിവാദമായിരുന്നു. ബാങ്ക് സെക്രട്ടറിയുടെ നിർബന്ധം കാരണമാണ് ആശുപത്രി കിടക്കയിൽ നിന്നും നിക്ഷേപകനെ ബാങ്കിൽ എത്തിച്ചതെന്നായിരുന്നു ആരോപണം. നിക്ഷേപകനെ ബാങ്കിൽ വരുത്തരുതെന്ന് അനിൽ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് സെക്രട്ടറി ഇത് അനുസരിച്ചില്ല. ആംബുലൻസിൽ എത്തിച്ച് ഒപ്പിട്ട് വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അനിൽ ആത്മഹത്യ ചെയ്തിട്ടും നിക്ഷേപകന് പണം തിരികെ കിട്ടിയില്ല. നേതാക്കൾ പറഞ്ഞ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെ നിക്ഷേപകന്റെ ചികിത്സ തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിക്ഷേപകന്റെ ഭാര്യയുടെ ഓഡിയോ സംഭാഷണവും പുറത്തു വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരുമല അനിലിന്റെ ആത്മഹത്യയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എന്തായാലും ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തിരുമല അനിലിന്റെ ആത്മഹത്യ പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണെന്നൊക്കെയുള്ള കേവല ന്യായങ്ങൾ മാത്രമാണ് ബി.ജെ.പിയുടെ നേതാക്കൾ ഉന്നയിച്ചത്. എന്നാൽ ഇതിനെയൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിക്ഷേപകയോട് അനിൽ സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണം അടക്കം പുറത്തു വന്നത്.